ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളായ 17 PFI പ്രവർത്തകർക്കും ജാമ്യം നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി. എല്ലാ പ്രതികൾക്കും ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്ന് സുപ്രീം കോടതി. ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകം പരിശോധിക്കാതെയാണ് ഹൈക്കോടതി ഉത്തരവെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തെ തുടർന്നെടുത്ത കേസിലും എക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇരു കേസുകളിലുമായി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ അടക്കം 17 പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന NIA വാദം തള്ളിയാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. കരമന അഷ്റഫ് മൗലവി, അബ്ദുൾ റഫ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. കർശന ഉപാധികളോടെയാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. സാക്ഷിമൊഴികൾ മാത്രം അടിസ്ഥാനമാക്കി പ്രതി ചേർത്തവർക്കാണ് ജാമ്യം. ശ്രീനിവാസൻ വധക്കേസിൽ 9 പ്രതികൾക്കും PFI നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ 8 പ്രതികൾക്കുമാണ് ജാമ്യം അനുവദിച്ചത്. സാദിഖ് അഹമ്മദ്, ഷിഹാസ്, മുജാബ്, നജിമോൻ, സൈനുദ്ദീൻ, PK ഉസ്മാൻ, CT സുലൈമാൻ, രാഗം അലി ഫയാസ്, അക്ബർ അലി, നിഷാദ്, റഷീദ് KT, സെയ്ദാലി എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികൾ സംസ്ഥാനം വിട്ടുപോകരുത്, പാസ്പോർട്ട് ഹാജരാക്കണം, ജാമ്യം ലഭിച്ച പ്രതികൾ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നിങ്ങനെയാണ് ജാമ്യ വ്യവസ്ഥകൾ. മൊബൈൽ ഫോണിലെ GPS പ്രവർത്തനക്ഷമമായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജാമ്യം നിഷേധിച്ച കരമന അഷ്റഫ് മൗലവി, അബ്ദുൾ റഫ്, അബ്ദുൾ സത്താർ, യഹിയ കോയ തങ്ങൾ എന്നിവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. രാജ്യദ്രോഹ കേസിൽ NIA അറസ്റ്റ് ചെയ്ത പ്രതികളാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്.